ആലപ്പുഴയിലെ ഒരു ചെറിയ റെസ്റ്റോറന്റ്. എല്ലാ വർഷവും ജൂലൈ 22-ന് രാത്രി കൃത്യം 7 മണിക്ക് ഒരു സ്ത്രീ അവിടെ എത്തും. അവളുടെ പേര് നന്ദിത. അവൾ എപ്പോഴും ജനാലയ്ക്കരികിലെ ഒരേ മേശയിലാണ് ഇരിക്കുക. വെയിറ്റർ മെനു പോലും കൊടുക്കില്ല. കാരണം അവൾ എല്ലാ വർഷവും ഒരേ ഭക്ഷണം മാത്രമാണ് ഓർഡർ ചെയ്യുന്നത്. 2 വെജിറ്റബിൾ ബിരിയാണി, 2 ലൈം ജ്യൂസ്, ഒരു ചെറിയ ചോക്ലേറ്റ് കേക്ക്. പക്ഷേ ആ മേശയിൽ അവൾ മാത്രമേ ഉണ്ടാകൂ. ഭക്ഷണത്തിന്റെ പകുതി അങ്ങനെ തന്നെ തണുത്തുപോകും. പുതിയ വെയിറ്ററായ അജയ് ഒരു ദിവസം ചോദിച്ചു, മാഡം, ക്ഷമിക്കണം, എല്ലാ വർഷവും 2 പേരുടെ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു, പക്ഷേ ആരും വരാറില്ല. നന്ദിത ഒന്ന് പുഞ്ചിരിച്ചു. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. അജയ് ചുറ്റും നോക്കി. സാർ എവിടെയാണ്? നന്ദിതയുടെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ഇനി ഒരിക്കലും വരില്ല. 10 വർഷം മുമ്പ് നന്ദിത ഒരു റേഡിയോ അവതാരകയായിരുന്നു. അവളുടെ ശബ്ദം കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുമായിരുന്നു. ഒരു ദിവസം സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ അവളുടെ കാർ പെട്ടെന്ന് നിന്നു. എഞ്ചിൻ സ്റ്റാർട്ട് ആകുന്നില്ല. അവൾ വിഷമിച്ചു നിൽക്കുമ്പോൾ ഒരു യുവാവ് ബൈക്ക് നിർത്തി. സഹായിക്കട്ടെ? അവന്റെ പേര് അഭിൻ, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ. 10 മിനിറ്റിനുള്ളിൽ കാർ ശരിയാക്കി. എത്രയായി? അഭിൻ ചിരിച്ചു. 1 കപ്പ് ചായ മതി. ആ ചായ അവരുടെ ജീവിതത്തിലെ ആദ്യ ഡേറ്റായി മാറി. അഭിന്റെ നർമ്മം, നന്ദിതയുടെ ചിരി, മഴ, ചായ, പാട്ടുകൾ. അങ്ങനെയോ 1 വർഷത്തിനകം അവർ വിവാഹിതരായി. വിവാഹശേഷവും ഓരോ ജൂലൈ 22-നും അവർ അതേ റെസ്റ്റോറന്റിൽ എത്തും. അതേ മേശ, അതേ ഭക്ഷണം, അതേ ചെറിയ കേക്ക്. അഭിൻ എപ്പോഴും പറയും, നമ്മൾ എത്ര തിരക്കിലായാലും ഈ ദിവസം ഒരിക്കലും മറക്കരുത്. 3-ാം വിവാഹ വാർഷികത്തിന് 2 ദിവസം മുമ്പ് അഭിന് ബംഗളൂരുവിലേക്ക് ഒരു ഔദ്യോഗിക യാത്ര പോകേണ്ടിവന്നു. പോകുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, ഞാൻ തീർച്ചയായും തിരികെ വരും. ഈ വർഷവും നമ്മുടെ ബിരിയാണി മിസ് ചെയ്യില്ല. പക്ഷേ ആ യാത്രയ്ക്കിടെ വലിയൊരു റോഡ് അപകടം. അഭിൻ സഞ്ചരിച്ചിരുന്ന ബസ് ഒരു പാലത്തിൽ നിന്ന് താഴേക്ക് മറിഞ്ഞു. പലരെയും രക്ഷിച്ചു. പക്ഷേ അഭിൻ അവൾ തുറന്നു. അവസാന പേജിൽ എഴുതിയിരുന്നത്, ഞാൻ ഒരിക്കൽ പോലും തിരികെ വരാൻ കഴിയാതെ പോയാൽ കരയരുത്. ഓരോ ജൂലൈ 22-നും നമ്മൾ ആദ്യമായി പോയ റെസ്റ്റോറന്റിൽ പോകണം. എനിക്ക് ഇഷ്ടമായ ഭക്ഷണം ഓർഡർ ചെയ്യണം. നീ ചിരിക്കണം. കാരണം നിന്റെ ചിരിയില്ലാത്ത ലോകം ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ആ ദിവസം മുതൽ എല്ലാ വർഷവും അവൾ അതേ റെസ്റ്റോറന്റിൽ എത്തും. 2 പേരുടെ ഭക്ഷണം ഓർഡർ ചെയ്യും. കേക്ക് മുറിക്കും. 1 കഷണം അവൾ കഴിക്കും. മറ്റൊരു കഷണം അഭിന്റെ ഒഴിഞ്ഞ കസേരയ്ക്ക് മുന്നിൽ വെക്കും. 10 വർഷങ്ങൾ കടന്നു. അജയ് എന്ന വെയിറ്റർ ഈ കഥ അറിഞ്ഞ ശേഷം ഒരു തീരുമാനം എടുത്തു. അടുത്ത വർഷം ജൂലൈ 22-ന് നന്ദിത റെസ്റ്റോറന്റിൽ എത്തിയപ്പോൾ അവൾ ഞെട്ടി. ആ മുഴുവൻ റെസ്റ്റോറന്റിലും, എല്ലാ മേശയിലും ഒരു ചെറിയ മെഴുകുതിരി തെളിഞ്ഞിരുന്നു. ഭിത്തിയിൽ ഒരു ബോർഡ്, സത്യമായ പ്രണയത്തിന് ഞങ്ങളുടെ ആദരാഞ്ജലി. അജയ് അവളുടെ അടുത്തേക്ക് വന്നു. മാഡം, നിങ്ങളുടെ കഥ കേട്ട ശേഷം ഞങ്ങളുടെ സ്റ്റാഫ് ഒരു തീരുമാനം എടുത്തു. ഇന്ന് ഈ കേക്കിന്റെ പണം നിങ്ങൾ കൊടുക്കേണ്ട. ഇത് സാറിനുള്ള ഞങ്ങളുടെ സമ്മാനമാണ്. നന്ദിത പൊട്ടിക്കരഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവൾക്ക് തോന്നി, അഭിന്റെ ഓർമ്മകൾ ഇനി അവളുടെ മാത്രം അല്ല, മറ്റുള്ളവരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ടെന്ന്. ആ രാത്രി റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി.
അവൾ ആകാശത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. ഹാപ്പി ആനിവേഴ്സറി അഭിൻവി. കാറ്റ് മെല്ലെ അവളുടെ മുഖത്ത് തഴുകി. അവൾക്ക് തോന്നി അഭിൻ പഴയതുപോലെ ചിരിച്ചുകൊണ്ട് പറയുന്നതായി. ഞാൻ വാക്ക് പാലിച്ചു. ഞാൻ ഇന്നും നിന്റെ കൂടെയുണ്ട്. അതിനുശേഷം നന്ദിത വീണ്ടും റേഡിയോയിലേക്ക് മടങ്ങി. പക്ഷേ ഓരോ പരിപാടിയുടെയും അവസാനം അവൾ ഒരു വാചകം മാത്രം പറയും. പ്രണയം ഒരാളെ സ്വന്തമാക്കുന്നതല്ല. അവർ ഇല്ലാതായ ശേഷവും അവരുടെ സ്നേഹം ജീവിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. അവൾ തുറന്നു. അവസാന പേജിൽ എഴുതിയിരുന്നത്, ഞാൻ ഒരിക്കൽ പോലും തിരികെ വരാൻ കഴിയാതെ പോയാൽ കരയരുത്. ഓരോ ജൂലൈ 22-നും നമ്മൾ ആദ്യമായി പോയ റെസ്റ്റോറന്റിൽ പോകണം. എനിക്ക് ഇഷ്ടമായ ഭക്ഷണം ഓർഡർ ചെയ്യണം. നീ ചിരിക്കണം. കാരണം നിന്റെ ചിരിയില്ലാത്ത ലോകം ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ആ ദിവസം മുതൽ എല്ലാ വർഷവും അവൾ അതേ റെസ്റ്റോറന്റിൽ എത്തും. 2 പേരുടെ ഭക്ഷണം ഓർഡർ ചെയ്യും. കേക്ക് മുറിക്കും. ഒരു കഷണം അവൾ കഴിക്കും. മറ്റൊരു കഷണം അഭിന്റെ ഒഴിഞ്ഞ കസേരയ്ക്ക് മുന്നിൽ വെക്കും. 10 വർഷങ്ങൾ കടന്നു. അജയ് എന്ന വെയിറ്റർ ഈ കഥ അറിഞ്ഞ ശേഷം ഒരു തീരുമാനം എടുത്തു. അടുത്ത വർഷം ജൂലൈ 22-ന് നന്ദിത റെസ്റ്റോറന്റിൽ എത്തിയപ്പോൾ അവൾ ഞെട്ടി. ആ മുഴുവൻ റെസ്റ്റോറന്റിലും എല്ലാ മേശയിലും ഒരു ചെറിയ മെഴുകുതിരി തെളിഞ്ഞിരുന്നു. ഭിത്തിയിൽ ഒരു ബോർഡ്. സത്യമായ പ്രണയത്തിന് ഞങ്ങളുടെ ആദരാഞ്ജലി. അജയ് അവളുടെ അടുത്തേക്ക് വന്നു. മാഡം, നിങ്ങളുടെ കഥ കേട്ട ശേഷം ഞങ്ങളുടെ സ്റ്റാഫ് ഒരു തീരുമാനം എടുത്തു. ഇന്ന് ഈ കേക്കിന്റെ പണം നിങ്ങൾ കൊടുക്കേണ്ട. ഇത് സാറിനുള്ള ഞങ്ങളുടെ സമ്മാനമാണ്. നന്ദിത പൊട്ടിക്കരഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവൾക്ക് തോന്നി അഭിന്റെ ഓർമ്മകൾ ഇനി അവളുടെ മാത്രം അല്ല, മറ്റുള്ളവരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ടെന്ന്. ആ രാത്രി റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അവൾ ആകാശത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു, ഹാപ്പി ആനിവേഴ്സറി അഭിൻവി. കാറ്റ് മെല്ലെ അവളുടെ മുഖത്ത് തഴുകി. അവൾക്ക് തോന്നി അഭിൻ പഴയതുപോലെ ചിരിച്ചുകൊണ്ട് പറയുന്നതായി. ഞാൻ വാക്ക് പാലിച്ചു. ഞാൻ ഇന്നും നിന്റെ കൂടെയുണ്ട്. അതിനുശേഷം നന്ദിത വീണ്ടും റേഡിയോയിലേക്ക് മടങ്ങി. പക്ഷേ ഓരോ പരിപാടിയുടെയും അവസാനം അവൾ ഒരു വാചകം മാത്രം പറയും. പ്രണയം ഒരാളെ സ്വന്തമാക്കുന്നതല്ല. അവർ ഇല്ലാതായ ശേഷവും അവരുടെ സ്നേഹം ജീവിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്.